ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നമ്മളിവിടെ ഒരു നാഗമ്പലമുണ്ട് പാലക്കമൂല, അവിടേക്ക് വന്നതാണ്. അപ്പം അമ്പലത്തിൻ്റെ നമുക്ക് ഡയറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ എടുക്കാത്തത്. എന്നാണെങ്കിൽ ഞങ്ങൾ 8:20 വന്നതാണ്. 8:20 വന്നിട്ട് ഞാൻ ഒരു 1.25 മണിക്കൂറോളം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്താ വെച്ചാൽ പിച്ചൂടൻ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ മീനങ്ങാടി വീട്ടിലേക്ക്. അപ്പം ഞാൻ ബസ്സിന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ലേറ്റായിപ്പോയി. ഇന്നാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ബസ്സില്ല, ഇതിലാകെ 2 ബസ്സേ ഉള്ളൂ. ചിങ്ങ ഒന്നിന് തന്നെ നല്ല മഴയാണ്. ഇതൊരു കുഞ്ഞമ്പലാണ്. വയനാട് ജില്ലയിൽ ആദ്യത്തെ നാഗമ്പലാണിത്. ഇത് മാത്രമേ ഉള്ളൂ. ഇല്ല പിച്ചൂടാ, വയനാട്ടിലെ ഈ നാഗമ്പലം മാത്രമല്ലേ ഉള്ളൂ? ഈ അച്ഛനൊക്കെ ഇവിടെ അച്ഛൻ സ്ഥിരം വരുന്നതാണല്ലേ അച്ഛാ? അതെ, എൻ്റെ പേര് രചിത. അതെ അല്ലേ? അച്ഛൻ എന്നാ ചെയ്യുന്നേ? അതെ അല്ലേ? അച്ഛന് ഷുഗർ വന്നിട്ടാണോ അച്ഛാ കണ്ണിൻ്റെ ഇത്? അതെ അല്ലേ? അല്ല, സ്വാമി പറഞ്ഞേ ഷുഗർ ആയിരുന്നേ. അതെ അല്ലേ? ഓ, അത് കുഴപ്പമില്ല, മോള് തന്നെയല്ലേ. ഈ അച്ഛന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടേ. അപ്പം അച്ഛൻ ഇവിടെ സ്ഥിരം വരുമെന്ന് ഇവിടുത്തെ സ്വാമി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ഇതെന്ത് മരം വെച്ചോട്? ആൽമര അല്ലല്ലേ? ഈ മരത്തിലിങ്ങനെ ഈ പട്ടിങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്താണെന്നോ ഞാനിവിടെ ചോദിച്ചേ. അത് വന്നിട്ട് നമ്മുടെ നാഗമ്പലത്തിൽ പ്രതിഷ്ഠയിൽ നമ്മൾ ചാർത്തുന്നതാണ്. അപ്പോൾ അത് ചാർത്തിയിട്ട് എടുത്ത് മാറ്റുമ്പം നമ്മളത് വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ അതൊരു വിശ്വാസമാണ്. ഇങ്ങനെ അമ്പലത്തിൻ്റെ ഈ മരത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കി വെക്കും. അങ്ങനെയാണ്. ഇവിടെ അമ്പലത്തിൽ വരുമ്പം നമുക്ക് പായസമൊക്കെ കിട്ടുമേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞു പോയി. ഇപ്പം സമയം 10:55 അപ്പോഴത്തേക്കും കഴിഞ്ഞു. എന്നാണെങ്കിൽ 1-ാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കല്ല. ഇത് പാലും പഴം കേട്ടോ. ഈ 3 സാധനം ഇവിടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാനെപ്പോഴും വന്നെടുത്ത് കഴിക്കും.